ദൈവത്തിൻ്റെ സ്തുതി. എല്ലാവർക്കും പുനരുത്ഥാനത്തിൻ്റെ സമാധാന ആശംസകൾ മുന്നമേ നേരുന്നു. വ്യക്തിഗതമായ അനുഭവമാക്കി ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൃതരുടെ ഉയർപ്പിനപ്പുറമായി ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതത്തെ പുതുക്കുന്നതിനുള്ള ഒരു നിയോഗം ഇതിൽ മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ആരോടും വാശിയില്ലാതെ, ഒന്നിനോടും അരിശമില്ലാതെ സ്നേഹത്തിൻ്റെ ബലിവസ്തുവാകുക എന്നുള്ളതാണ് ക്രിസ്തു ക്രൂശിൽ നമുക്ക് മാതൃകയായി കാട്ടിത്തരുന്നത്. ഈ പെരുന്നാൾ തരുന്ന ഏറ്റവും ഹൃദ്യമായ സന്ദേശങ്ങൾ രണ്ടുണ്ട്. ഒന്ന് സമാധാനം, രണ്ട് പ്രത്യാശ. പ്രത്യാശയും സമാധാനവും ചേർന്ന് പോകുന്നതാണ്. അസമാധാനത്തിൽ, അതുപോലെ തന്നെ യുദ്ധഭീതിയിൽ, നാളെയെക്കുറിച്ചുള്ള ആശങ്കയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും സമാധാനം വളരെ അകലെയാണ്. അകലെയുള്ള സമാധാനത്തെ പ്രത്യാശയോടുകൂടി കാണുവാൻ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുനരുത്ഥാനം അഴുകാനുള്ള മനസ്സുള്ളവരായി അവിടെ മറഞ്ഞു കിടക്കുന്ന അഴുക്കുചാലുകൾ കഴുകിക്കളഞ്ഞ് പ്രത്യാശയോടുകൂടി സ്നേഹത്തിൻ്റെ ബലിവസ്തുവാകുവാനുള്ള മനസ്സിൻ്റെ ഒരുക്കമുള്ളവരായി നമുക്ക് മാറ്റപ്പെടുവാൻ സാധിക്കുമ്പോൾ നിശ്ചയമായിട്ടും സമാധാനം അകലെയല്ല. പ്രത്യാശയോടുകൂടി ആ സമാധാനത്തിൻ്റെ തീരത്തേക്ക് അണയുവാൻ ഈ പെരുന്നാൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കണം. പരാജയത്തിനപ്പുറമുള്ള വിജയം, പ്രക്ഷുബ്ധമായ അപ്പുറമുള്ള ശാന്തമായ തീരം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമാധാനത്തിലേക്ക് അടുക്കുവാൻ, പ്രത്യാശയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഈ ഉയർപ്പ് പെരുന്നാൾ എല്ലാവർക്കും പ്രചോദനം നൽകട്ടെ, പുത്തൻ ഉണർവ് നൽകട്ടെ, വ്യക്തിഗതമായ അനുഭവമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.